ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ടവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ശനിയാഴ്ച ബൈബിൾ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ഫേസ്ബുക്ക് ലൈവ് പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുവാൻ കർത്താവ് ചെയ്ത കരുണയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ 2 ആഴ്ചകൾ പരിശുദ്ധാത്മാവിൽ സ്നാനവും അനുബന്ധ അടയാളങ്ങളും എന്നുള്ള വിഷയം ആസ്പദമാക്കി ശനിയാഴ്ച വൈകിട്ട് നമ്മൾ ഒരുമിച്ച് കൂടി ബൈബിൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളും നിങ്ങൾ ഓരോരുത്തരും കേട്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് 3-ാം ഭാഗമായിട്ട് നമുക്ക് ചേർന്ന് വരുവാനിടയായത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഒന്നാമതായിട്ട് നാം കണ്ടത് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ആ പ്രയോഗം, പദം കൊണ്ട് എന്താണ് ഉദ്ദേശം, എന്താണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. അത് നമ്മൾ അറിയുവാനായിട്ട് ഒരിടത്തും പോയില്ല. സ്നാപകനോട് നേരിട്ട് ചോദിച്ചു. ആരാണ് സ്നാപകൻ? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് നമുക്ക് അതിന് മറുപടി തന്നു കഴിഞ്ഞു. നമ്മൾ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി നമ്മൾ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റ ആ ആദ്യ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രധാനിയായിരുന്ന പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചു. പത്രോസ് അപ്പോസ്തലനും അതേക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണിയൊക്കെ എടുത്ത് വ്യക്തമാക്കി തന്നു. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്താണ്, പരിശുദ്ധാത്മാവിൽ സ്നാനം ഏറ്റുകഴിഞ്ഞ ഒരു വ്യക്തിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, വളരെ വ്യക്തമായല്ലോ. ഇനി നമുക്ക് വേറൊരു വാക്യഭാഗം എടുത്ത് വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് ധാരാളം, 100% ധാരാളം മതി. സ്നാപകൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, സ്നാനമേറ്റ വ്യക്തിയുടെ സാക്ഷ്യം കേട്ടു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക വിഷയമായി ചർച്ച ചെയ്തത്. കാരണം ഇതിലെ ഈ വിഷയത്തിലെ പരിശുദ്ധാത്മാവിൽ സ്നാനവും അനുബന്ധ അടയാളങ്ങളും, കാരണം ഇന്ന് അനേക ദുരുപദേശകർ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംഗതിയെ ഇല്ലെന്നാണ്. അടയാളം എന്നൊരു സംഗതിയെ ഈ പരിശുദ്ധാത്മാവിൽ സ്നാനവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നാണ് ദുരുപദേശകർ പഠിപ്പിക്കുന്നത്. ഞാൻ ദുരുപദേശകർ എന്ന് പറയുന്നത് വിശുദ്ധ വചനത്തിന്റെ സാക്ഷ്യത്തെ അംഗീകരിക്കാത്തവർ, അങ്ങനെയുള്ളവർ ഞാൻ ഈ പറയുന്നത് കേട്ടോ, അല്ല എല്ലാവരും അല്ല. വിശുദ്ധ വചനം വ്യക്തമാക്കിയിരിക്കുന്ന സാക്ഷ്യങ്ങളെ തൃണവൽക്കരിക്കുന്ന, അംഗീകരിക്കാത്തവരെയാണ്, അങ്ങനെയുള്ള അധ്യാപകരാണ് ഞാൻ ദുരുപദേശകർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് വേറൊരു ഗണമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ഉള്ള കാര്യങ്ങൾ പഠിപ്പിക്കാതെ ഇരിക്കുക, അതിനെ നിസ്സാരവൽക്കരിക്കുക, അതിനെ കുറച്ചു കാണുക. എന്തിനു വേണ്ടിയാണ്? സ്വന്തം ഉള്ളിലിരിക്കുന്ന ഒരു ആശയത്തെ മറ്റുള്ളവന്റെ തലച്ചോറിലേക്ക് കുത്തിക്കയറ്റുവാനായിട്ട്. അങ്ങനെയുള്ള വ്യാജ ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ട്. വളരെ സൂക്ഷിക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പഠിച്ചു വരുമ്പോൾ, എനിക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആർക്കും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു വിഷയമായി. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ മർമ്മമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. 1, നമ്മളുടെ രക്ഷ. 2, മഹത്വവാനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പിതാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. വലിയ മർമ്മമാണ്. 3, നമ്മൾ പരിശുദ്ധാത്മാവിൽ മുദ്രിതരാണ്. നിത്യതയിലേക്ക് നമ്മൾ മുദ്ര വയ്ക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമുക്കുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിഗൗരവമായ ഒരു മർമ്മമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. കാരണം ഇത് പിതാവിന്റെ വാഗ്ദത്തമാണെന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നത്, അപ്പോസ്തലന്മാർ പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ഇങ്ങനെ ഇത്രമാത്രം ഗൗരവമുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് കേൾക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഞാനൊരു ദേവദാസനെ കണ്ട. അദ്ദേഹം ഈ ഒരു വിഷയം മാത്രം കഴിഞ്ഞ ഏകദേശം 30 വർഷങ്ങളായിട്ട് ഈ ഒരു വിഷയം മാത്രം, പരിശുദ്ധാത്മാവിൽ സ്നാനം, അദ്ദേഹം അതിനെ അഭിഷേകം എന്നാണ് വിളിക്കുന്നത്, പരിശുദ്ധാത്മ അഭിഷേകം എന്ന ആ ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് തന്റെ ശുശ്രൂഷകൾ മുൻപോട്ട് ലോകമെമ്പാടും യാത്ര ചെയ്ത് ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു ദേവദാസനെ ഞാൻ ഇന്ന് കാണുവാൻ പരിചയപ്പെടുവാനുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഇങ്ങനെ ഒരു ശേഷിപ്പ് ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, പുതിയ നിയമത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ഒരുവന്റെ മേൽ, പരിശുദ്ധാത്മ സ്നാനമല്ല, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്ന് ഒരുവനെ ബലപ്പെടുത്തുമ്പോൾ, ശക്തിപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും അടയാളമുണ്ടോ, ആ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇതായിരുന്നു നമ്മളുടെ ചോദ്യം. 15 സന്ദർഭങ്ങളിൽ പഴയ നിയമത്തിൽ വ്യക്തമായി സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവാത്മാവ് ഒരുവന്റെ മേൽ വന്നതായിട്ടും അവിടെ അടയാളങ്ങൾ നടന്നതായിട്ടും ആ വ്യക്തിയിൽ മാറ്റങ്ങൾ കണ്ടതായിട്ടും വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഇനിയും ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന പുതിയ നിയമത്തിൽ
പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുന്നത് അത് പരിശുദ്ധാത്മാവിൽ സ്നാനമാണ് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു അതൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, നിയോഗത്തിന് വേണ്ടി ദൈവം ചിലരെ അഭിഷേകം ചെയ്യുന്നതാണ്, ചിലരെ എഴുന്നേൽപ്പിക്കുന്ന, ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വയ്ക്കുന്നതാണ്. ആ ഉദ്ദേശം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ കർത്താവ് അത് തിരിച്ചെടുക്കും, ആ ആത്മാവിനെ തിരിച്ചെടുക്കും. പരിശുദ്ധാത്മാ ദൈവത്തിലേക്ക് തിരി മടങ്ങിപ്പോകും ആ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷം. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാ ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പരിശുദ്ധാത്മാ അവനോടൊപ്പം ഉണ്ടായിരിക്കും. അവസാന നിമിഷം വരെയും, അവന്റെ മരണം വരെയും, അല്ലെങ്കിൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ കൂടെ. ഞാൻ ചേർത്ത് പറയുന്നു, ഉള്ളിൽ അത് വേറെയാണ്. ഇത് പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്ന പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ളത് തെറ്റിക്കും. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് മാത്രമല്ല, പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം സത്യ ഏക ദൈവം നമ്മുടെ അകത്തെ മനുഷ്യനിൽ, നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ മഹത്വത്തോടെ വസിക്കുന്നു എന്നുള്ളത് വലിയൊരു മർമ്മമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിച്ച ഒരു മർമ്മമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായിട്ട് ഒരുവനോട് കൂടെ നടക്കുന്ന, ഒരുവനോട് കൂടെ ആയിരിക്കുന്ന, ഒരുവനോട് കൂടെ എപ്പോഴും ആയിരിക്കുന്ന, അവനെ വഴി നടത്തുന്ന, അതിനെയാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ സ്നാനമാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ സംശയം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് ചോദിക്കാൻ സംശയങ്ങൾ. ഈ സംശയങ്ങൾ ചോദിക്കുന്നത് ഈ ക്ലാസ്സുകൾ കേട്ടിട്ടായിരിക്കണം. അതിന്റെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് കണ്ടിട്ടോ അല്ലെങ്കിൽ പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ടോ ദയവേത് ആരും സംശയങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, കാരണം ആ ക്ലാസ്സിൽ തന്നെ നിങ്ങളുടെ സംശയം ഒരുപക്ഷെ ദൂരീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് വീണ്ടും അത് പറയേണ്ടി വരുന്നു, സമയം ഒത്തിരി അതിനുവേണ്ടി നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു. അപ്പോൾ ഇന്ന് പുതിയ നിയമത്തിൽ എവിടെയൊക്കെയാണ് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നത്? അങ്ങനെ വന്ന അവസരത്തിൽ എന്തെങ്കിലും അടയാളമോ മാറ്റങ്ങളോ നോക്കി നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് കൂലങ്കഷമായിട്ട് തന്നെ നമുക്ക് ആഴത്തിലത് നോക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. നമുക്കതിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിലേക്ക് വരാം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ പറയുമ്പോൾ ദയവേത് നിങ്ങൾക്ക് ബോറടിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ മേൽ എന്നുള്ളതായ കാര്യം. കാരണം പലരും അറിഞ്ഞുകൊണ്ട് പൂഴ്ത്തിവെക്കുന്ന ഒരു കാര്യമാണ് ഈ മേൽ എന്നുള്ളത്. അറിഞ്ഞുകൊണ്ട് അവരത് പറയുകയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉപദേശങ്ങൾ തെറ്റും. അതുകൊണ്ട് അവരത് പറയുകയില്ല. അപ്പോൾ ഈ മേൽ എന്നുള്ളത് ബഹുമാനയുടെ എസ് തോമസ് സാറ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ക്യാമറയിൽ വരണമെന്ന് പറയുന്നുണ്ട്. ഞാൻ നോക്കാം. കാരണം ഞാൻ കഴിഞ്ഞ 2 വീഡിയോകളിലും അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ഒരു കാര്യം സാറേ, ഞാൻ നോക്കട്ടെ സാറിനെ ജോയിൻ ചെയ്യിക്കാമെന്ന്. ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഒന്ന് കേൾക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 3-ാമത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഇത് തുടർച്ചയാണ്, 2 ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. ഞാൻ നോക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നിമിഷം, എനിക്കത് സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് സാധിച്ചേനെ. ഓക്കെ, സാധിക്കുന്നില്ല. മുൻപോട്ട് പോകാം. സാറ് ശ്രദ്ധിച്ചാട്ടെ സമയമുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഈ മേൽ എന്നുള്ളതായ പദം അറിഞ്ഞുകൊണ്ട് പലരും പൂഴ്ത്തിവെക്കാറുണ്ട്. അത് സംസാരിക്കുകയില്ല മേൽ എന്നുള്ളത്. എല്ലാവരും ഉള്ളിലെന്നും മുദ്രയെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ സ്നാനത്തെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരുപക്ഷെ പലർക്കും അത് ബോറടിച്ച് കാണും. ഞാൻ ഈ മേൽ 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 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇത് പ്രവചനമാണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാണ് ഇവിടെ അവർക്ക് നിയോഗം കൊടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. അവരാ സംസാരിച്ചത് പലരും അവരുടെ ഭാഷകളിൽ കേൾക്കുകയും ചെയ്തു. അവർക്ക് മനസ്സിലായി ഇവർ എന്ത് സംസാരിച്ചു എന്നല്ല, ആ കേട്ടവർ അവരുടെ ഭാഷയിൽ അത് ഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ അവർ സംസാരിച്ചത്? അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. അതാണ് പ്രവചനം. ഞാൻ പ്രോഫറ്റിയ അല്ലെങ്കിൽ നബായ എന്ന പദം നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ നറ്റാഫ് എന്ന പദം നിങ്ങൾക്ക് ആദ്യ ക്ലാസ്സിൽ തന്നെ വ്യക്തമാക്കി തന്നു എന്താണ് പ്രവചനം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ അന്യഭാഷകളിൽ സംസാരിക്കുകയാണ്, അന്യഭാഷകളിൽ പ്രവചിക്കുക യഥാർത്ഥത്തിൽ. അപ്പോൾ
അവിടെ വ്യക്തമായി അവിടെ എത്ര പേർ ഉണ്ടായിരുന്നോ, നമുക്ക് എണ്ണം തിട്ടമില്ല, എത്രയെന്നറിയില്ല, എത്രയുമായിക്കൊള്ളട്ടെ, എത്ര പേർ അവിടെ ഉണ്ടായിരുന്നോ അവരിൽ ഓരോരുത്തരുടെയും മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചിട്ട് അവരെ നിറച്ചു. എന്നിട്ട് കർത്താവ് 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവർ ശാക്തീകരിക്കപ്പെട്ടു, അവർ ബലപ്പെട്ടു, ഉയരത്തിലെ ശക്തി അവരിൽ നിറഞ്ഞു. അവർ അന്യഭാഷകളിൽ, പരിശുദ്ധാത്മാവ് നൽകിയ അന്യഭാഷകളിൽ, അല്ലാതെ ഉണ്ടാക്കി പറഞ്ഞല്ല, പരിശുദ്ധാത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതാണ് വ്യക്തമായിട്ട് ഒന്നാമത്തെ സംഭവമായിട്ട് നമുക്ക് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആകെ 4 സംഭവങ്ങൾ മാത്രമേ പുതിയ നിയമത്തില് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്ന കാര്യം പറയുന്നുള്ളൂ, വേറെ ഒരിടത്തും പറയുന്നില്ല. രണ്ടാമത്തെ ഭാഗം നമുക്ക് എടുക്കാം. രണ്ടാമത്തെ പ്രവൃത്തിയുള്ള പുസ്തകം 8-ാം അധ്യായമാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്, എന്നാൽ ഞാൻ എടുത്ത് പോവുകയാണ് ആ ഭാഗങ്ങൾ. 8-ാം അധ്യായം വായിച്ചു തന്നെ നമുക്ക് അത് മനസ്സിലാക്കി മുൻപോട്ട് പോകാം. 17-18 വാക്യങ്ങൾ. ഞാൻ ഈ വാക്യങ്ങൾ, ഈ ഭാഗം മാത്രം എടുക്കുന്ന സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. 17-18 വാക്യങ്ങൾ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ, ആരാണ്? യെരുശലേമിൽ നിന്ന് വന്ന അപ്പോസ്തലന്മാർ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റ് പ്രാർത്ഥനയിൽ മുഴുകി ഇരിക്കുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ശമരിയ പട്ടണത്തിലെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ യെരുശലേമിൽ നിന്ന് വന്ന അപ്പോസ്തലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചു. കൈവച്ചപ്പോൾ എന്ന് സംഭവിച്ചത്, അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അവരുടെ മേൽ കൈവച്ചപ്പോൾ ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് ലഭിച്ചു. നമ്മൾ 2-ാം അധ്യായത്തിൽ പറയുന്നത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു, അല്ല ഉയരത്തിലെ ശക്തിയാൽ അവർ നിറയപ്പെട്ടു. ഇവിടെ ഒരു ചോദ്യമാണ്, അവിടെ അന്യഭാഷ പറഞ്ഞുവെന്നില്ലല്ലോ, പ്രവചിച്ചു എന്നില്ല, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുവെന്നില്ല, എഴുതിയിട്ടില്ല. നടന്നോ ഇല്ലയോ നമുക്കറിയില്ല, എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം അവിടെ വ്യക്തമാണ്. അടുത്ത വാക്യം, 18-ാം വാക്യം ശ്രദ്ധിക്കണേ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറ്. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കി നിന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തി നോക്കിയപ്പോൾ അപ്പോസ്തലന്മാർ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നുവെന്ന് കണ്ടു. എങ്ങനെ കണ്ടു? ശീമോൻ എങ്ങനെ മനസ്സിലായത് ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചുവെന്ന്? അതിന്റെ അർത്ഥം അവിടെ വ്യക്തമായ അടയാളം അല്ലെ മാറ്റങ്ങൾ ഉണ്ടായി. ആരുടെയൊക്കെ മേൽ കൈവച്ചോ അവർ ഓരോരുത്തരിലും മാറ്റങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ മറ്റു 3 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഉള്ളതുപോലെ ഒരുപക്ഷെ അവർ ഓരോരുത്തർ അന്യഭാഷകളിൽ സംസാരിച്ചിരിക്കാം, അവർ പ്രവചിച്ചിരിക്കാം, അവരിൽ അമാനുഷികമായ എന്തെങ്കിലും കാര്യം നടന്നിരിക്കാം, അല്ലെ അവർക്ക് കൃപാവരങ്ങൾ ലഭിച്ചിരിക്കാം, ഒരാൾ എഴുതിട്ട് വേറൊരാളെ സൗഖ്യമാക്കിയിരിക്കാം. ഇതൊക്കെ സംഭവിച്ചിരിക്കാം. ഇന്നതെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും അവിടെ നടന്നു. പക്ഷേ നോക്കി നിന്നവർക്ക് മനസ്സിലായി ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞാട്ടെ, ഈ ശമരിയ പട്ടണത്തിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ വന്നപ്പോൾ സംഭവിച്ചോ ഇല്ലയോ? എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടായോ ഇല്ലയോ? ഒറ്റ ഉത്തരമേ ഉള്ളൂ. വേദപുസ്തകം പറയുന്നു അവിടെ സംഭവം എന്തോ ഉണ്ടായി. കണ്ടു നിന്നവർക്ക് മനസ്സിലായി ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചുവെന്ന്. എന്റെ ആ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ 2-ാം അധ്യായത്തിൽ പറയുന്നു ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, അവർ പരിശുദ്ധാത്മാവ് നൽകിയതുപോലെയുള്ള അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഇവിടെ ശമരിയയിൽ ഓരോരുത്തരുടെ മേൽ അപ്പോസ്തലന്മാർ കൈവച്ചു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ അത് നോക്കി നിന്നവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ അവിടെ എന്തോ സംഭവിച്ചു, അടയാളങ്ങൾ എന്തോ ഉണ്ടായി. അതുകൊണ്ട് നോക്കി നിന്നവർക്ക് മനസ്സിലായി ഇവർക്കൊക്കെ പരിശുദ്ധാത്മാവ് ലഭിച്ചുവെന്ന്. 3-ാമത്തെ സംഭവത്തിലേക്ക് പോകാം. പ്രവൃത്തിയുടെ പുസ്തകം 10. നമുക്കറിയാം ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നതാണ്. 10ന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ 44-45 മാത്രം നമുക്ക് എടുക്കാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ എന്ന് വെച്ചാൽ പത്രോസ് ദൈവവചനം അവിടെ പ്രഘോഷിക്കുക, അവിടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക പത്രോസ്. അപ്പോൾ പത്രോസ് ഈ വാക്കുകളെ അല്ലെ ഈ വചനങ്ങളെ അല്ലെ ഈ സുവിശേഷത്തെ അവിടെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും, നോക്കിയേ, ഞാൻ ഈ മേൽമേൽ എന്ന് പറയുന്നത് വെറുതെ അല്ല,
ആരും ആ ഒരു പദം മാറ്റി ആരെങ്കിലും ഈ ഒരു പദം മാറ്റി പരിശുദ്ധാത്മാവിൽ സ്നാനം പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ നിങ്ങൾ കേൾക്കരുത്. കാരണം വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് എടുത്തു പറയുന്ന ഒരു പദമാണ് ഈ മേൽ എന്നുള്ളത്. അപ്പോൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ അവർ അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരുപക്ഷെ അവർ സാഷ്ടാംഗം വീണ് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചു കാണും. അവർ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം പറഞ്ഞ് അവിടെ തുള്ളിച്ചാടിക്കാണും, നമുക്കറിയില്ല. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു? അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. ഇതാണ് അടയാളം. നിങ്ങൾ പറ, അവിടെ എല്ലാവരും ഒന്നാ കേട്ടോ, ഒരാളല്ല, 1, 2, 3 പേരല്ല. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ വചനം കേട്ട ജാതികളായി അവിടെ കൂടിയിരുന്ന എല്ലാവരും, കൊർന്നേലിയോസ് ഉൾപ്പെടെ, അവർ എന്ത് ചെയ്തു? അവർ അന്യഭാഷകൾ സംസാരിച്ചു. ഇപ്പോൾ 3 സംഭവങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഈ 3 സംഭവങ്ങളിലും പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നപ്പോൾ അവിടെ അടയാളം ഉണ്ടായിരുന്നു, എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു, എന്തെങ്കിലും മാറ്റം 100% ഉണ്ടായിരുന്നു. ഇനിയും നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ട് പോകാം. കാരണം ഇതൊക്കെ ചിലർ പറയും ഇതൊക്കെ സഭയുടെ ആദിമകാലത്തെ അല്ലയോ, ആദ്യ വർഷത്തെ അല്ലെ ആദ്യ 2-3 വർഷത്തെ ആണല്ലോ. കുറച്ചാൾ കഴിഞ്ഞുള്ളത് വല്ലതും ഒന്ന് കാണിക്കാമോ? ഒരു കുഴപ്പമില്ല. 19-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 19 എഫേസോസ് സഭയുടെ സ്ഥാപനമാണ് 19-ാം അധ്യായം. അവിടെ അതിന്റെ 5-6 വാക്യങ്ങൾ മാത്രം എടുക്കാം കേട്ടോ. 5-6 വാക്യങ്ങൾ മാത്രം. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. എന്ത് കേട്ടാറെ? പൗലോസ് അവരോട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവയ്ക്കുക. അവർക്ക് ആ നിമിഷം വരെ സ്നാപക യോഹന്നാന്റെ പ്രസംഗം മാത്രമേ അറിയുള്ളൂ, മറ്റൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അവരോട് പ്രസംഗിച്ചു. അവരത് ഏറ്റെടുത്തു. അവർ സുവിശേഷത്തിൽ വിശ്വസിച്ചു. അവർ നേരത്തെ തന്നെ മാനസാന്തരപ്പെട്ടവർ ഓർത്തണം. അവർ മാനസാന്തര സ്നാനം ഏറ്റവരാ. അവർക്ക് ഇനിയൊരു മാനസാന്തരത്തിന്റെ ആവശ്യം ഒരു പക്ഷേ ആവശ്യമില്ല. എന്നിലും അവർ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനെ തങ്ങളുടെ അധരം കൊണ്ട് ഏറ്റു പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വസിച്ചു, അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന്. അപ്പോൾ അവരെല്ലാവരും, ആരും മാറി നിന്നില്ല, എല്ലാവരും വേഗത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, അവിടെ എഴുതിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എന്നാൽ അത് വേറൊരു വിഷയമാണ്. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവ് കൽപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർ 12 പേരും സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട ഉടനെ ഓർത്തു നോക്ക്, അവർ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആ നിമിഷം വരെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. അവർ പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ടില്ല. അവരുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ നമുക്ക് വേറൊരു പേരുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നുള്ള പേരുണ്ട്. നമ്മളിപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ മാത്രമേ പറയുന്നത്. പക്ഷേ ആ പുസ്തകത്തിന് 3 പേരുകളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. നമ്മൾ എളുപ്പത്തിന് പ്രവൃത്തികൾ എന്നാണ് പറയുന്നത്. വേദപുസ്തകം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സഭയുടെ പ്രവൃത്തികളൊന്നും ഉണ്ട് കേട്ടോ, ആദിമസഭയുടെ പ്രവൃത്തികൾ. അപ്പോൾ പൗലോസ് അവരുടെ മേൽ, തോളത്ത് വെച്ചാൽ മതിയായിരുന്നല്ലോ, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ്, അടുത്ത ശ്രദ്ധിച്ചോണേ, ആ പദം നിങ്ങൾ നോക്കിയേ, അവരുടെ മേൽ. വീണ്ടും ഞാൻ ആ പദത്തെ വിടുകയല്ല, മുറുകെ പിടിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ച് GS തോമസ് സാർ ഇത് കേൾക്കണം. അവരുടെ മേൽ ഈ പദം സാറ് പ്രത്യേകം പഠിക്കണം. ഞാൻ സാറിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയല്ല. സാറ് നല്ലൊരു അധ്യാപകനാണ്, വർഷങ്ങൾ പരിചയമുള്ള, എന്നെക്കാട്ടിലൊക്കെ എത്ര പരിചയമുള്ള. പക്ഷേ ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ ഞാനൊക്കെ എന്നും പഠിക്കുന്നയാളാണ്, ഇന്നും പഠിച്ചു. ഇന്നും 2 പ്രസംഗങ്ങൾ കേട്ട് 2 പ്രസംഗങ്ങൾ ഞാൻ പഠിച്ചു. നമ്മൾക്ക് ഒത്തിരി പഠിക്കുവാനുണ്ട്, നമ്മളൊന്നും പൂർണ്ണരല്ല. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം എഴുന്നേറ്റ് ദൈവാത്മാവ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ദൂത് വിളിച്ച് പറയുന്നത്. അതിൽ പഠിക്കാനുണ്ട് സാറേ. നമ്മളെല്ലാം അറിയാവുന്നവരെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നടന്ന ഒന്നും പഠിക്കുകയുള്ളൂ, ഒന്നും മനസ്സിലാകത്തില്ല. നമ്മൾ ഈ നിറഞ്ഞ കലത്തെ നിറയ്ക്കാൻ പറ്റില്ല, ഒഴിക്കണം. അതാണ് ഏലിശ പ്രവാചകന് ആ സഹോദരിയോട് പറയുന്നല്ലോ, ഒഴിഞ്ഞ പാത്രങ്ങൾ അവർ വാങ്ങിയത്, ഒഴിഞ്ഞ പാത്രങ്ങളിലേക്ക് എണ്ണ പകർത്തപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാലിയാകാൻ ശ്രമിക്കണം. ഞാൻ ഉപദേശിക്കുകയാണെങ്കിൽ ഞാൻ ആളല്ല, ഒരു റിക്വസ്റ്റാണ്, എൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു അപേക്ഷയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാലിയാകാൻ ശ്രമിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ നിറയപ്പെടത്തുള്ളൂ. അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഈ മേൽ എന്നുള്ള പദം പ്രിയപ്പെട്ടവരെല്ലാം ശ്രദ്ധിക്കണം. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മ അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വേദോസ്തം പറയുന്ന 2 സാക്ഷികൾ മതിയെന്ന, 2 or 3, ഇതിപ്പോ 4 ആയി. ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ
ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഉയരത്തിലെ ശക്തിയാൽ ആ വ്യക്തി ബലപ്പെടുന്ന നിമിഷം, അല്ലേ, ഈ അത്യന്ത ശക്തി ഒരു സാധാരണ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കരിങ്കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുമോ? പറഞ്ഞേ, വീപ്പക്കുറ്റി പോലെ ഇങ്ങനെ ഇരിക്കുമോ? അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ശവത്തിന് പറ്റും. ഒരു ശവമാണെങ്കിൽ ആ ശവത്തിന് എന്ത് ചെയ്താലും അങ്ങനെ ഇരിക്കാൻ പറ്റും. പക്ഷെ ജീവനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും 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 ആ വ്യക്തിയിൽ വളരെ പ്രകടമായ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളവിടെ ഉറപ്പിക്കുകയായിരുന്നു. കാരണം വിശുദ്ധ വചനം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ഉപദേശമായിട്ടല്ല ഇത് പഠിപ്പിക്കുന്നത്, ഇത് സാക്ഷ്യമാണ്. വിശുദ്ധ വചനം ഞാനിപ്പോൾ 19 സന്ദർഭങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ എസ് തോമസ് സാർ പറയുന്ന ഞാൻ പറയുന്നതൊന്നും വേദപുസ്തകത്തിൽ നല്ലെന്നാ, വേദപുസ്തകത്തിലുള്ള അല്ലെന്നാ. സാറേ അങ്ങനെ അല്ല, ഇതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിലുള്ളതാ. ഞാൻ ഈ 3 ക്ലാസ്സിൽ പറഞ്ഞ ഒന്നുപോലും വേദപുസ്തകത്തിന്റെ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. 66 പുസ്തകത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. സാറിന് ക്ലാസ്സുകൾ കേൾക്കാം, കഴിഞ്ഞ 2 ക്ലാസ്സുകൾ സാറിന് കേൾക്കാം. അപ്പോൾ വ്യക്തമാക്കുകയാണ് ഈ 19 സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നുവെങ്കിൽ അതിൽ 15 പഴയ നിയമത്തിലെ പ്രവൃത്തികളാണ്, ബാക്കി 4 പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൽ സ്നാനമാണ്. ഈ 19 സന്ദർഭങ്ങളിലും വ്യക്തമായ അടയാളം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഒരു വ്യക്തി, ഒരു പാപിയായ മനുഷ്യൻ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ ഇറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് എപ്പോൾ ഇറങ്ങുന്നോ ആ നിമിഷം ആ വ്യക്തി ഒന്നുകിൽ അന്യഭാഷകളിൽ പ്രവചിക്കാം, സ്വന്തം ഭാഷയിൽ പ്രവചിക്കാം, സ്വപ്നം എന്ന് പറഞ്ഞാൽ ദൈവിക സ്വപ്നങ്ങൾ, ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന ദർശനങ്ങൾ. 4 കാര്യങ്ങളാണ് യോവേൽ പ്രവചനത്തിലൂടെ വ്യക്തമായിട്ട് പറയുന്നത്. അതാണ് പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റ പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത് പ്രവചനം. ആ പ്രവചനം നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടു കഴിഞ്ഞു. അന്യഭാഷകളിൽ പ്രവചിക്കുന്നു, സ്വന്തം ഭാഷയിൽ പ്രവചിക്കാം. 2. അതുകൊണ്ടാണ് എഫെസോസിൽ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ അവിടെ മേൽ കൈവച്ചപ്പോൾ അവിടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവിടെ പ്രവചിക്കുന്നത് അവരുടെ സ്വന്തം ഭാഷയിലാണ്. അതുകൊണ്ട് അവിടെ പ്രവചനം എടുത്തു പറഞ്ഞിരിക്കുന്നു. അന്യഭാഷ പറയുന്നത് തന്നെ പ്രവചനമാണ്. അതുകൊണ്ടാണ് അന്യഭാഷയെ വ്യാഖ്യാനിക്കണമെന്ന് 1 കൊരിന്ത്യർ 14 പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നത്. കാരണം ഇത് പ്രവചനമാണ് പറയുന്നത്. ആ പറയുന്നത് വ്യാഖ്യാനിക്കുമ്പോൾ അത് സഭയ്ക്ക് ആത്മവർദ്ധനം ഉണ്ടാക്കുകയാണ്. അതുപോലെയാണ് പ്രവചിക്കുന്നത് സ്വന്തം ഭാഷയിലാണ് കേൾക്കുന്ന, അവിടെ കൂടിയിരിക്കുന്നവർ കേൾക്കുന്ന ഭാഷയിലാണ് പ്രവചിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് ആത്മീയ വർധനം ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു പ്രവചനം ഒരു സഭയിൽ ആത്മീയ വർധനം ഉണ്ടാകുമ്പോൾ അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടുന്നുവെങ്കിൽ, ആ സഭയ്ക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുവെങ്കിൽ അവിടെ ആത്മീയ വർധന ഉണ്ടാകുന്നു. അപ്പോൾ രണ്ടും ആത്മീയ വർധന വരുത്തുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ, പ്രവചനപരം വാഞ്ചിപ്പീൻ എന്ന് പറയുന്നത്. കാരണം അത് സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനീ പറയുന്നത് ഈ 19 സന്ദർഭങ്ങളിലും വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നപ്പോൾ അടയാളം ഉണ്ടായി, സംഭവം ഉണ്ടായി. നോക്കി നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ എന്തൊക്കെയോ ഉണ്ടായി, എന്തുമായിക്കൊള്ളട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒരുവന്റെ മേൽ, സുവിശേഷത്തിൽ വിശ്വസിച്ച ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തു സ്നാനപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയിൽ പ്രകടമായ അടയാളങ്ങളോ മാറ്റങ്ങളോ ഉണ്ടായിരിക്കും. ഇത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ആര് അതില്ല എന്ന് പറഞ്ഞാലും അവൻ ദുരുപദേശകനാണ്. അവൻ വിശുദ്ധ വേദപുസ്തകത്തിനെതിരായിട്ട് സംസാരിക്കുന്നവനാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ സാക്ഷ്യങ്ങളെ നിരാകരിക്കുന്നവനാണ്, തള്ളിക്കളയുന്നവനാണ്. അങ്ങനെയുള്ളവർക്ക് ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവര് ചെവി കൊടുക്കരുത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുകയും 3 ക്ലാസ്സിലും ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമാണ്. അൻസന്റേതായിട്ട് ഒന്നും പങ്കുവച്ചിട്ടില്ല. എന്റേതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് തള്ളിക്കളയാം. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, അത് തള്ളിക്കളയാം, അത് എടുക്കണ്ട. വിശുദ്ധ വേദപുസ്തകങ്ങളുള്ള മാത്രം എടുത്താൽ മതി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കൊണ്ട് ഈ ഒരു വിഷയം തീർക്കുകയാണ്. അടുത്ത ശനിയാഴ്ച കർത്താവ് വരവ് താമസിച്ചാൽ നമ്മൾ വേറൊരു വിഷയവുമായിട്ട്, ഇതുപോലെ മാർമികമായ ഒരു വിഷയവുമായിട്ട്, അനേകർ എന്നോട് സംശയം ചോദിച്ചിട്ടുള്ളൊരു വിഷയമായിട്ട് നമ്മൾക്ക് ഒരുമിച്ച്
ഇതുപോലെ ഫേസ്ബുക്ക് ലൈവിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളാവുന്ന വിധത്തിൽ ഇത് ഷെയർ ചെയ്യുക, അനേകരിൽ ഈ ദൂത് എത്തിക്കുക. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.